ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു സ്ട്രെയിറ്റ് കട്ടായിട്ടുള്ള ഒരു കുർത്തിയാണ്, നോർമൽ കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു വി പ്ലാക്കറ്റ് നെക്കാണ് നമ്മളിതിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 3/4 സ്ലീവിലും നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഇതാണെങ്കിൽ ഒരു കോട്ടൻ്റെ ബാട്ടിക് പ്രിൻറ്റിലുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് നിവർത്തിയിട്ട് 4ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഈ ഭാഗം ഓപ്പൺ ഫോൾഡിങ് ആയിട്ടുള്ള ഭാഗവും മറ്റേ ഭാഗത്ത് ഓപ്പൺ ആയിട്ടാണ്. അപ്പോൾ ഇനി എന്നിട്ട് ആദ്യം നമുക്ക് ഇതിൽ മാർക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ചിലാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലൈനായിട്ട് വരച്ചു. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്രയാണോ ഈ കുർത്തിക്ക് ലെങ്ത് വേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ആ ലെങ്ത് നമ്മൾ ആ വരച്ച ഷോൾഡറിൻ്റെ ആ ലൈനിൽ നിന്ന് താഴേക്ക് ടേപ്പ് പിടിച്ചിട്ട് ഞാൻ 46 ഇഞ്ചാണ് എനിക്കിത് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണ്ട ലെങ്ത്. 46 ഇഞ്ചാണ്. ഇനി എന്നിട്ട് നമുക്ക് താഴ്ഭാഗം അടിച്ച് മറിക്കാൻ 1 ഇഞ്ചും കൂടി കിട്ടണം. അങ്ങനെ 47 ഇഞ്ചിൽ നമ്മളിത് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗം നമുക്കിപ്പം സ്ലീവിന് വേണ്ടി ഉപയോഗിക്കും. ഇനി എന്നിട്ട് ബാക്കി അളവുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് ഷോൾഡർ. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് അതും 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു ലൈനായിട്ടങ്ങ് വരച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ ഹാഫ് ഒന്ന് കാണണം. എന്നിട്ട് അതിപ്പോൾ 6.5 ഇഞ്ചല്ലേ, 6.5 ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്കവിടെ ഒരു ലൈൻ കിട്ടും. അതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈന്. അപ്പോൾ ആ ചെസ്റ്റിൻ്റെ ലൈന് കറക്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടി, കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ആം ഹോളിൻ്റെ അവിടെ കൈക്കുഴിയുടെ അവിടെ വേരിയേഷൻ വരുവേ. അത് ശരിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 2 സൈഡിലോട്ടും അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്നിട്ട് ഇവിടുത്തെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ എത്രയാണോ തയ്യൽ തുമ്പ്, ഞാൻ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. അതും കൂടെ മാർക്ക് ചെയ്തിട്ട് അത് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ ലെങ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡറിൻ്റെ അവിടെ ആ ഷോൾഡറിൻ്റെ ആ ലൈനിൽ തന്നെ നമ്മൾ ഏത് മാർക്ക് ചെയ്താലും ആ ഷോൾഡറിൻ്റെ ലൈനിൽ തന്നെ വെച്ചിട്ട് വേണം താഴേക്ക്. ഹിപ്പിൻ്റെ ലെങ്ത് 21 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ 2 ലൈനും ഒന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ. അങ്ങനെ ലൈനെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് വേസ്റ്റിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. അതേപോലെ താഴെ ഹിപ്പിൻ്റെ വണ്ണമെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 10.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പിടുക. ഹിപ്പിന് മാത്രം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാൽ മതി. ബാക്കി എല്ലാ ഭാഗത്തും 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗമെല്ലാം നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ആ ആം ഹോളൊന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരയ്ക്കണം. ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി ഞാൻ ആം ഹോൾ കർവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോൾ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ അടുത്ത മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ താഴത്തെ സ്ലിറ്റിൻ്റെ റൗണ്ടാണ്. അത് നമ്മൾ 10.25 ഒന്നും 11.25 മേളിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അതേപോലെ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 11.25 കൂടെ 12.25 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഥവാ ഇത് മാർക്ക് ചെയ്യേണ്ട സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചാൽ മതിയെങ്കിൽ ആ 11.25 തന്നെ വെച്ചിട്ട് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഫ്ലെയർ എന്തുമാത്രം വേണമെന്ന് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് 1 ഇഞ്ചിൻ്റെ ഫ്ലെയറോടെ ഇട്ടിട്ട് ഞാനിതേപോലെ മാർക്ക് ചെയ്ത് നമ്മുടെ ആ ഹിപ്പിൻ്റെ ആ ഭാഗവും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന സ്ലീവാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ഭാഗം ഞാൻ സ്ലീവിന് വേണ്ടി മാർക്ക് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് എനിക്ക് ബാക്കി ഇത്രയും പീസാണ് കിട്ടിയത്. അപ്പോൾ അതിൽ 1/2 ഇഞ്ച് നമ്മൾ മുകൾ വശം അടിച്ച് മറിക്കാനും പിന്നെ താഴേക്ക് 9 ഇഞ്ചുണ്ട്. അപ്പോൾ ഈ 9 ഇഞ്ച് ഞാൻ കറക്റ്റായിട്ട് മുഴുവനെ ഞാനങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് വേറെ ഒരു പീസും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. ഇനി എന്നിട്ട് നമ്മുടെ മുകളിലത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യണം. അവിടെ 9 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. താഴേക്ക് ഒരു 3.25 ഇഞ്ച്
താഴേക്ക് കൈക്കുഴി ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ നമ്മൾ താഴേക്ക് 3.25 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ ഭാഗത്തു നിന്ന് നമ്മുടെ ആ കോർണർ ഭാഗത്ത് നിന്ന് രണ്ടും കൂടെ ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ച് കൊടുക്കണം. അങ്ങനെ ഞാനവിടെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ആ വരച്ച ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. ആ സെൻറ്റർ എന്ന് പറയും, അത് ലൈന് 10 ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 5 മാർക്ക് ചെയ്തിട്ട് ഇനി എന്നിട്ട് നമ്മുടെ ആ ഫോൾഡ് ചെയ്ത ഭാഗമില്ലേ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് നീക്കിയൊന്ന് മാർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ നീക്കി മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കോർണർ ഭാഗം അങ്ങനെ നമ്മൾ ആ വരച്ചതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പഫ് പോലെ ആയിപ്പോവും. അപ്പം ഇങ്ങനെ തുണിയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പൊക്കം വരും. അത് വരാതിരിക്കാൻ വേണ്ടി ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒരു വളച്ചൊരു ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് അവിടെ നിന്ന് താഴേക്ക് നമ്മൾ 3.25 മാർക്ക് ചെയ്തില്ലേ അതിലേക്കൊന്ന് യോജിപ്പിക്കുക. ഇനി എന്നിട്ട് അവിടെ 2 ഇഞ്ച് അതിന് തയ്യൽ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ലല്ലോ, അപ്പോൾ അവിടെ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് ഇത്രയും ചെയ്തിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കണം. നമ്മുടെ ചുരിദാറിൻ്റെ അവിടെ നിന്ന് ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് എടുത്തിട്ട് ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് അളന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനേ. ഇനി എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ആ തയ്യൽ തുമ്പ് തമ്മിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത സ്ലീവ് അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അപ്പം അങ്ങനെ നമ്മുടെ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് താഴ്ഭാഗത്തേക്ക് ഞാൻ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മേളിൽ ഷോൾഡറോട് അടിച്ച് പോകുന്ന രീതിയിൽ 9.5 ഇഞ്ചുണ്ട് ഫുള്ളിൻ്റെ ഇതിൻ്റെ ലെങ്ത്. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതുപോലെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിൻ്റെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് വിട്ടുപോകും. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ 1/2 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ഫ്രണ്ട് സ്ലീവ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു കട്ടിങ്ങിന് ഒരു മാർക്കിങ് കൊടുക്കുകയാണേ. അപ്പം നമുക്കത് അറിയാൻ പറ്റും നമുക്ക് ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാണ്. അപ്പം നമ്മൾ സ്ലീവ് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഒരു പീസ്, ആ പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.5 ഇഞ്ചിൽ നീളത്തിലുള്ള ഒരു പീസ് ഞാൻ ഇതേപോലെ വിട്ട് നമ്മുടെ ആ കയ്യിൽ താഴത്തെ വിട്ട് തന്നെ എടുത്തിട്ട് ഇതേപോലെ ഒരു കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു ലേസിൻ്റെ ഒരു വാക്കും കൂടി കൊടുത്തെടുക്കാമേ. ഇനി എന്നിട്ട് അടുത്ത് നമുക്ക് ക്യാൻവാസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വി പ്ലാക്കറ്റ് നെക്കിന് ക്യാൻവാസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് നമ്മൾ 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ അവിടെ നിന്ന് ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കണേ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അതേപോലെ താഴെയും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിതേപോലെ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇതേപോലെ വെച്ചിട്ട് ഒരു യു നെക്കാണ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ യു നെക്ക് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അതിന് ചുറ്റും ഓരോ ഇഞ്ച് ഇടവിട്ട് നമുക്കോരോ മാർക്കിംഗ് കൂടെ കൊടുക്കണേ. യു നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഓരോ ഇഞ്ച് വെളിയിലോട്ട് നമുക്കിതേപോലെ മാർക്ക് ചെയ്തിട്ട് അതൊരു റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ ആ ലൈനിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ കറക്റ്റ് യു ഇല്ലേ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കത്രിക നമ്മുടെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് പതിയെ ആ യൂനെക്കിൻ്റെ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് പിടിച്ച് പതുക്കെ സ്ലോ ആയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ഏത് നെക്കാണോ വരച്ച ആ ഷേപ്പിലുള്ള നെക്ക് നമുക്ക് കിട്ടുവേ. അപ്പോൾ നമ്മുടെ യു നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററില്ലേ ഈ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം നമുക്ക്. അപ്പം ഈ നെക്ക് സെപ്പറേറ്റ് ആക്കി നമുക്കൊന്ന് എടുക്കണം. അത് എന്തിനാണെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് എടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ രണ്ടായിട്ടല്ലേ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ ഒന്ന്
വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനാണ്. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ കറക്റ്റ് ഇതിൽ ഞാൻ പിന്നാണെങ്കിൽ നെക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അവിടെ ആ പിൻ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ആ നെക്കൊന്ന് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ ക്യാൻവാസ് അങ്ങ് മാറ്റണേ. ഇനി എന്നിട്ട് ആ പിൻ വഴിച്ചിട്ട് ക്യാൻവാസ് അങ്ങ് മാറ്റിയെടുത്താൽ മതി. ഇനി എന്നിട്ട് നമ്മൾ പ്ലാക്കറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. വീൽ പ്ലാക്കറ്റല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതേപോലെ 3 ഇഞ്ച് വിട്ടിൽ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ അതിൻ്റെ വിട്ട് മടക്കിയിട്ട് വിട്ടെടുക്കുകയാണെങ്കിൽ 3 ഇഞ്ച്. എന്നിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഞാൻ വിട്തൊന്ന് മാർക്ക് ചെയ്യണം. മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കണ്ടോ. എന്നിട്ട് താഴേക്ക് ഒരു 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി 2 ഇഞ്ച് വേണേൽ നോക്കാം, അല്ല 2.5 ഇഞ്ച് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ചും നമ്മൾ താഴോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈന് ഒരു വി പോലെ നമ്മളൊന്ന് വരച്ചെടുത്ത് എടുക്കണം. അപ്പോൾ കണ്ടോ നമ്മൾ മുകളിൽ 1/2 ഇഞ്ചും താഴെ 2.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഈ പ്ലാക്കറ്റിൻ്റെ ലെങ്ത് അത് എത്ര വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഞാനിപ്പം 8 ഇഞ്ചാണ് പ്ലാക്കറ്റിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. ഇനി എന്നിട്ട് നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നെല്ലാം ഓരോ ഇഞ്ച് നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ഇഞ്ചും നമുക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ചെറിയ പ്ലാക്കറ്റ് മതിയെങ്കിൽ ചെറുത് ചെയ്യാം, ഇച്ചിരി വലിപ്പം വേണമെങ്കിൽ വലിപ്പമുള്ളത് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാർക്ക് ചെയ്യാം. ഇനി എന്നിട്ട് മാർക്കിംഗ് എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചൊന്ന് കൊടുക്കണം. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ വരയെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് താഴെ നമ്മൾ 8 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് 1 ഇഞ്ചാണ്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഒരിക്കലും നമുക്ക് എന്നിട്ട് താഴ്ഭാഗത്തോട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് താഴോട്ട് മാറ്റിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത അതേ രീതിയിൽ പ്ലാക്കറ്റിൻ്റെ അതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് ആ വി ഉണ്ടല്ലോ, ചെറിയൊരു വി നമ്മൾ 2.5 ഇഞ്ചിൽ ഇറക്കിയില്ലേ, അതും ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പം സൂക്ഷിച്ച് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കതങ്ങ് കട്ടായി പോകും കേട്ടോ. കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഒന്നുകൂടെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളത് കറക്റ്റ് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ കണ്ടോ, ഈ ലെങ്തിലും ഈ വിഡ്ത്തിലുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലെങ്ത് കൂട്ടാം, വിഡ്ത്ത് കുറയ്ക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാമേ. ഇനി എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത നെക്കും ഈ വിയുടെ പ്ലാക്കറ്റും നമ്മൾ നമ്മുടെ കുർത്തിയുടെ അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മളൊന്ന് അയൺ ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ കുർത്തിയുടെ അതേ മെറ്റീരിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അഥവാ നിങ്ങൾക്ക് വേറെ കളറിട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ കുർത്തിയുടെ അതേ മെറ്റീരിയലിൽ തന്നെ ഞാൻ ഇതേപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് 2 ഭാഗം. എന്നിട്ട് നമ്മുടെ ഈ പുറത്തോട്ടിരിക്കുന്ന ആ ഭാഗം നമ്മൾ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് നമ്മൾ വേണം ഒട്ടിച്ചെടുക്കാൻ. എന്ന് വെച്ചാൽ ആ ഭാഗം ഞാനിപ്പോൾ അതങ്ങ് ഒട്ടിച്ച് പോയേ, അപ്പോൾ അത് ഗ്ലൂ കൊണ്ട് ഒട്ടിക്കണം. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ട, ഗ്ലൂ കൊണ്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ആ ഭാഗം നമുക്ക് ഇതേപോലെ മെഷീനിൽ തന്നെ വെച്ചിട്ട് ആ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ മറ്റ് പ്ലാക്കറ്റിൻ്റെ ആ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട, അവിടെ ഇങ്ങനെ സൈഡ് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി അങ്ങനെ നമ്മൾ ക്യാൻവാസും പ്ലാക്കറ്റും നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിത് നെക്കിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ആദ്യം നമ്മൾ പ്ലാക്കറ്റ് വെക്കാമേ. പ്ലാക്കറ്റ് വെച്ചിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ പ്ലാക്കറ്റ് വെക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ആ കുർത്തിയുടെ സെൻറ്റർ ഒന്ന് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ പ്ലാക്കറ്റിൻ്റെ സെൻറ്ററും നമ്മൾ കറക്റ്റ് പിടിച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് മാറിപ്പോകും, അപ്പം ഇണയും കോണയായി പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ആ വി ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യും. ക്യാൻവാസിൻ്റെ തൊട്ടരികത്ത് കൂടിയിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെറിയ സിസറോ അല്ലെങ്കിൽ ഈ കത്രികയുടെ അറ്റം ഇട്ടിട്ട് നമ്മളതൊന്ന് ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ തിരിച്ചിടാൻ. ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അത് ഞാൻ ആദ്യം ഒന്ന് തിരിച്ചിട്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. എന്നിട്ട് ആ അറ്റം എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കത് കറക്റ്റായിട്ട്, എന്നിട്ട് നല്ല വശത്തേക്ക് നമ്മളത് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് നമ്മളത് ഇപ്പം സ്റ്റിച്ച് ചെയ്യേണ്ട,
ഞാനതെന്താ സ്റ്റിച്ച് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ അതേപോലെ ഒരു മുട്ടുസൂചി വെച്ച് കുത്തി കൊടുക്കുക. ഒന്നെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ഷോ ബട്ടൺ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ഒരു ലേസ് ചെയ്യാമേ. അപ്പോൾ അതിൽ ഏതാ നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഞാനത് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് ലേസ് മാത്രം വെച്ചാൽ മതിയെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട. ആ ഭാഗത്ത് ഒരു ലേസ് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലേസ് വെക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇതേപോലെ അങ്ങ് അത് ആ സ്ക്വയർ രൂപത്തിൽ തന്നെ നമുക്ക് അന്നങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനതിനൊരു ലേസ് കൊടുക്കുന്നത് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നില്ല. എന്നിട്ട് അവിടെ ഞാനൊരു മുട്ടുസൂചി വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് നമ്മുടെ ആ നെക്ക് നമ്മൾ 2 പീസായിട്ടല്ലേ നെക്ക് ഇരിക്കുന്നത്, അത് നമ്മുടെ ആദ്യം നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ലെവലേ വെക്കണം. നമ്മൾ 1/2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തതിൻ്റെ ആ ഷോൾഡർ ഭാഗം നമ്മൾ ലെവലായിരിക്കണം. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ട് ലെവലായിരിക്കത്തില്ല. അത് നമ്മൾ ആ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തത് കൊണ്ട് അത് ലെവലായി കിട്ടത്തില്ല. അത് നമുക്ക് അകത്തേക്ക് മടക്കി കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ കറക്റ്റിൽ നമുക്ക് ആ ക്യാൻവാസിൻ്റെ തൊട്ടരികത്തൂടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പല്ലേ നമ്മൾ വിട്ടേക്കണം. ആ 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ ഞാൻ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ആ നെക്കിൻ്റെ ഒരു ഭാഗം ഞാനിതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് നമ്മളിതുപോലെ ഒരു കട്ടിങ് കൊടുക്കണം. അപ്പോൾ ഈ കട്ടിങ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞ് സിസർ കിട്ടും, നമുക്ക് ചെറിയ സിസർ. അപ്പോൾ ആ സിസർ ഇട്ട് കട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വലിയ കത്രികയിട്ട് കട്ട് ചെയ്താണല്ലോ ചില സമയത്ത് നമ്മൾ കട്ട് ചെയ്തതിനേക്കാളും കൂടുതലും കട്ടായി പോകും. അപ്പോൾ അതിൽ നല്ലത് കൊച്ച് സിസർ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യും. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആദ്യം ഒന്ന് മടക്കിയിട്ട് വേണം അകത്തേക്ക് അകത്തേക്ക് അത് മടക്കിയിരിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ആദ്യം ഒന്ന് മടക്കിയിട്ട് പിന്നെ ആ വീടെ ആ ഭാഗത്ത് ഒന്നുകൂടെ അകത്തോട്ട് മടക്കിയാൽ മതി. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ഒട്ടും പാടില്ല, നമുക്കത് കറക്റ്റായിട്ട് അതേപോലെ നമുക്ക് കിട്ടും. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ മറ്റേ നെക്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ 2 നെക്കും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാക്കറ്റിൻ്റെ ആ ഭാഗത്ത് ഞാൻ ഇതേവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഷോ ബട്ടൺ വെച്ച് നോക്കിയപ്പോൾ അതൊരു ബോറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിനകത്ത് ലേസ് വെക്കാൻ തീരുമാനിച്ചേ. അപ്പം ഇതേപോലെ ക്രോഷയുടെ ലേസ് ഉണ്ട്, അപ്പോൾ അത് വെക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യം ഞാനത് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു, ഇപ്പോൾ എനിക്കത് കിട്ടി. അപ്പോൾ അത് വെച്ച് കൊടുക്കാമേ. ഇനി നമുക്ക് ബാക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ബാക്കിൻ്റെ നെക്ക് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് അതിൻ്റെ താഴത്തേക്കുള്ള ലെങ്ത്. അത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ഫ്രണ്ടിന് 1/2 ഇഞ്ച് ഷോൾഡർ ഇട്ടാൽ ബാക്കിനും കൂടി ഇടണം, അല്ലെങ്കിൽ ബാക്കിൻ്റെ ലെങ്ത് കുറഞ്ഞു പോകും. ലെങ്ത് കുറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇനി എന്നിട്ട് താഴേക്ക് ഒരു 4 ഇഞ്ച്, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് നെക്കിൻ്റെ ലെങ്ത് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാമേ. ഇനി എന്നിട്ട് അത് നമ്മളൊരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നെക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ നെക്ക് അടയാളപ്പെടുത്തുന്നത് ആംഹോൾ കർവ് വെച്ചിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഈ ആംഹോൾ കർവ് വെച്ചിട്ട് പലതരത്തിലുള്ള നെക്ക് കട്ട് ചെയ്യാം. യു തന്നെ പല വൈഡായിട്ടും ഒതുങ്ങിയ യുവും പിന്നെ അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ആംഹോൾ കർവിൻ്റെ യൂസ് നല്ലതാണ്. നമുക്ക് നമ്മൾ ഈ ചെസ്റ്റും വേസ്റ്റും ഒക്കെ ഷേപ്പ് ചെയ്തില്ലേ, ആ ഷേപ്പിങ്ങിനൊക്കെ നല്ലതാണ് ഈ ആംഹോൾ കർവ് വെച്ച് ഷേപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ യു നെക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഈ ബാക്കിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന് ലൈനിങ് ഉപയോഗിക്കുന്നില്ല. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഓരോ ഇഞ്ച് ഇടവിട്ട് കട്ടിങ്ങും കൊടുത്തിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട, കട്ടിങ്ങും കൊടുത്തിട്ട് ഇട്ടാൽ മതി. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ലേസ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ളൊരു ലേസാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് കണ്ടില്ല കേട്ടോ. അപ്പോൾ അത് ആ ലേസിൻ്റെ അരികുവശം നമുക്ക് ആ ഭാഗം വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതേപോലെ അകത്തോട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് ആ ലേസിൻ്റെ എത്ര ഭാഗമാണോ കാണേണ്ടത് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ അതൊരു സ്ക്വയറായിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലേസ് വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഷോ ബട്ടൺ വെക്കുന്നതിനേക്കാട്ടിലും നല്ല ഭംഗിയിൽ എനിക്ക് തോന്നിയത് ഇതേപോലെയുള്ള ലേസാണ്. അപ്പം ഞാനിത് നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ആദ്യം ഞാനിത് ലേസ് വെക്കാഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ പ്ലാക്കറ്റിൻ്റെ അതേ ഷേപ്പിൽ ഞാൻ ആ ലേസിൻ്റെ വർക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതാണ് ഇച്ചിരൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യണം. നമ്മളിത് ബാക്കിൻ്റെ നെക്ക് അടിച്ചിട്ടില്ല, അതിൻ്റെ മേലെ ബാക്കിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് നമ്മൾ ആ നെക്ക് അടിച്ചില്ലല്ലോ, ആ ഭാഗം നമ്മുടെ ഫ്രണ്ടിൻ്റെ ആ ഭാഗത്തോട്ട് വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷോൾഡർ കിട്ടുമേ. അപ്പോൾ അങ്ങനെ 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കൈക്കുഴി
കുഴിച്ച് വിട്ടിട്ടുണ്ട്, അത് കറക്റ്റ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി എന്നിട്ട് നമ്മൾ താഴ്ഭാഗത്ത് ഇതേപോലെ ലേസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേ തന്നെ ക്രോഷ്യ ലേസ് ഇത് ഞാൻ ഇതേവരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ആ ലേസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ താഴത്തെ പീസ്, അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ലേസ്. ഇനി എന്നിട്ട് നമ്മൾ താഴോട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് 1/2 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് ലെവലെ ഒന്ന് മടക്കണം. മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, അതിൻ്റെ മേലെ വെച്ചിട്ട് 1/2 ഇഞ്ചൊന്ന് മടക്കി, അപ്പോൾ മേലെ ആ ലേസിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഭാഗത്തും ഒരു ലേസിൻ്റെ വർക്ക് വരുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അടിവശം നമുക്ക് തേര് ഭാഗമാണ്, അത് വേണമെങ്കിൽ മടക്കി അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പക്ഷേ മടക്കി അടിക്കുന്നുണ്ട്. ആ ബ്ലാക്ക് എത്രയും കിടക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഭംഗിക്കുറവ് തോന്നുന്നു. അപ്പോൾ ഞാനത് അടിഭാഗവും ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മൾ സ്ലീവ് അടിഭാഗം ഒന്ന് മടക്കി അടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പം കണ്ടോ, നമുക്ക് ആ ഭാഗത്ത് ആ ലേസ് നമ്മളത് മടക്കിയത് കൊണ്ട് ആ ലേസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്കിന്നൊന്നും ചൊറിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ എനിക്ക് ഈ ലേസ് ഉപയോഗിക്കുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. ഈ ലേസ് എനിക്ക് ഇട്ട് കഴിയുമ്പോൾ കൈയുടെ ആ ഭാഗത്തൊക്കെ ചൊറിച്ചിൽ വരും. അതിന് ഞാൻ അങ്ങനെയൊന്നും മടക്കിയതേ. അപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്നിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും വെച്ചിട്ട് 2 സൈഡിലേക്കും സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ആം ഹോളും ഒരുമിച്ച് വരണം. സ്ലീവിൻ്റെയും ടോപ്പിൻ്റെയും ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഒരുപോലെയാണോ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാൻ 2 സ്ലീവും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കുർത്തി ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ ഞാൻ ഇതേപോലെ കുർത്തി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ നമ്മളത് മാർക്കെല്ലാം കൂടെ ചെയ്യുമ്പോൾ 2 സൈഡിലേക്ക് മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവസാനം പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. അങ്ങനെ 2 സൈഡും ഞാനൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് വരെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്ലിറ്റ് ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി, പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പല്ലേ വിട്ടേക്കുന്നത്, എന്നിട്ട് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് ലെങ്ത് നിർത്തിയില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെ സൂചി നിർത്തിയിട്ട് മറ്റേ സൈഡിലേക്ക് നമ്മൾ സൂചി തിരിച്ച് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി താഴേക്ക് നമ്മൾ ഇതേപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ സ്ലിറ്റിൻ്റെ വീഡിയോ ഇട്ട് തരാമേ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോർഷന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തു തരാമേ. അപ്പോൾ ഇനി എന്നിട്ട് നമുക്ക് അങ്ങനെ സ്ലിറ്റ് ചെയ്തെടുത്തു. ഇനി താഴ്ഭാഗം ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി, എന്നിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ആ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഒരു സിമ്പിളായിട്ട് നമുക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയും കൂടിയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ താങ്ക്